Today we are discussing about Coulomb's law. In നമ്മൾ Coulomb's law ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Coulomb's law is also known as inverse square law. Coulomb's law inverse square law എന്നും പറയാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ രണ്ട് ചാർജുകളെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ചാർജുകളുടെ നേച്ചർ അനുസരിച്ച് ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ദെൻ നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. ദെൻ ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു, രണ്ട് പോസിറ്റീവ് ചാർജ് എടുക്കുന്നു, അത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ദെൻ അഗെയിൻ ഒരെണ്ണം പോസിറ്റീവ്, ദെൻ നെക്സ്റ്റ് ഈസ് നെഗറ്റീവ്. ഈ അൺലൈക്ക് ചാർജസ് ആണ്, അതെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. Then we can consider a charge Q1 and another charge is minus Q2. One is positive and another is negative. എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും അല്ലേ. അൺലൈക്ക് ചാർജസ് അട്രാക്ട്. And one charge is plus Q1 and another is plus Q2. ലൈക്ക് ചാർജസ് ആണ്, രണ്ടും പോസിറ്റീവ് ആണ്, എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. Like charges repel. And again we can take a minus Q1, that means minus charge, and another is minus Q2. Like charges രണ്ടും നെഗറ്റീവ് ആണ്, so repel ചെയ്യും. The force is a vector quantity. Force എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് ഫോഴ്സിന് എന്തൊക്കെയുണ്ട്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് ഉണ്ട്. നമ്മൾ രണ്ട് ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. എ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ടു ചാർജസ്. രണ്ട് ചാർജുകളുടെ സെൻറ്ററുകൾ തമ്മിൽ ലൈൻ ജോയിൻ ചെയ്യുന്നു. വൺ ഈസ് Q1 ആൻഡ് അനദർ ഈസ് Q2. നമ്മൾ Q1ൻ്റെ ചാർജ് വലുതാക്കുന്നു, ദാറ്റ് മീൻസ് ചാർജ് കൂട്ടുന്നു, അപ്പോൾ ഫോഴ്സ് എങ്ങനെയായിരിക്കും, കൂടും. ദെൻ Q1ൻ്റെ ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറുതാക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഫോഴ്സ് കുറയും, കാരണം ചാർജ് അവിടെ കുറയാണ്, ഫോഴ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദെൻ വീണ്ടും നമ്മൾ Q2നെ വലുതാക്കുന്നു, Q1 സ്റ്റേബിൾ ആണ്, അപ്പോഴും അവിടെ എന്ത് സംഭവിക്കും, ചാർജ് കൂടുകയാണ്, ഫോഴ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ Q2നെ വീണ്ടും നമ്മൾ എന്താക്കുന്നു, ചെറുതാക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും, ഫോഴ്സ് ഒബിയസ്ലി ഫോഴ്സ് എന്ത് സംഭവിക്കും, ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്കൊരു കൺക്ലൂഷൻ എത്താം. എന്താണ് ആ കൺക്ലൂഷൻ? ദാറ്റ് മീൻസ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു ചാർജസ്. ദാറ്റ് മീൻസ് Q1 ഇൻറ്റു Q2. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2. ദെൻ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ചാർജുകളുടെ ഡിസ്റ്റൻസ് ഒന്ന് വേരി ചെയ്ത് നോക്കാം. സോ ചാർജുകളെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം അടുത്തേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് കൂടുന്നുണ്ട്. ദെൻ ഇനി എന്ത് ചെയ്യുന്നു, കുറച്ച് ദൂരേക്ക് കൊണ്ടുപോവാണ് ചാർജുകളെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. ടു ചാർജസ് Q1 ആൻഡ് Q2 ആർ സെപ്പറേറ്റഡ്, ഡിസ്റ്റൻസ് R, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ദിസ് ഫോഴ്സ് ഈസ് നോട്ട് സെയിം ഫോർ എവറി മീഡിയം. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മീഡിയത്തിലും ഒരുപോലെയല്ല. കാരണം ഇപ്പോൾ എയറിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആയിരിക്കില്ല വേറൊരു മീഡിയത്തിൽ എടുക്കുമ്പോൾ. സപ്പോസ് ഇവിടെ എയറിലൊരത് കാണിച്ചിട്ടുണ്ട്, അതിനൊക്കെ വാട്ടറിൽ എടുക്കുമ്പോൾ എന്തായിരിക്കും, ഫോഴ്സ് വേറെ ആയിരിക്കും. സോ ഈ ഫോഴ്സിൻ്റെ വേരിയേഷൻ അക്കോർഡിംഗ് ടു ദ മീഡിയം ഈസ് ഡിറ്റർമിൻഡ് ബൈ എ കോൺസ്റ്റന്റ്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ as K. ഇക്വേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു Q1 ഇൻറ്റു Q2 ബൈ KR². That K is known as constant. അതിനെ Coulomb's constant എന്നാണ് വിളിക്കുന്നത്. K എന്നെ വിളിക്കുന്ന പേരാണ് Coulomb's constant. Then what is the value of K? That is 1/4πε0 epsilon r. Once more, value of K is 1/4πε0 epsilon r. And then ഇവിടെ രണ്ട് ടേമുകളുണ്ട്, എപ്സിലോൺ 0യും എപ്സിലോൺ ആറും. രണ്ട് ടേമുകളാണുള്ളത്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ as absolute permittivity എന്നാണ് അതിനെ വിളിക്കുന്നത്. എപ്സിലോൺ 0 ഈസ് absolute permittivity. ദെൻ ഈ absolute permittivityക്ക് ഒരു വാല്യൂ ഉണ്ട്. ദാറ്റ് വാല്യൂ ഇസ് 8.854 ഇൻറ്റു 10⁻⁻12. അതായത് എപ്സിലോൺ 0യുടെ വാല്യൂ ആണ് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്നത്, 8.854 ഇൻറ്റു 10⁻⁻12. എപ്സിലോൺ R ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് ഒരു മീഡിയത്തിലുള്ള പെർമിറ്റിവിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് എപ്സിലോൺ R എന്ന ടേം ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.